റേ ഓപ്റ്റിക്സിൽ നമ്മൾ കുറെ ഫിനോമിനൻസ് പഠിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന എന്തൊക്കെയാ? റിഫ്ലക്ഷൻ പഠിക്കണം, റിഫ്രാക്ഷൻ പഠിക്കണം. ഇപ്പൊ ലോസ് ഓഫ് റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്രാക്ഷനും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ എന്ത് ടോപ്പിക് പറയുന്നുണ്ട്? സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. സ്പെറിക്കൽ മിറേഴ്സ് 2 ടൈപ്പ് ആണുള്ളത്, കോൺകേവ് മിററും കോൺവെക്സ് മിററും. അതിന്റെ ഫോക്കൽ ലെന്ത് കാണാനും ഒക്കെ നമുക്കറിയാം. കോൺവെക്സ് മിററും ഉണ്ട്. പിന്നെ മിറർ ഫോർമുല അറിയാലോ. ഇതുപോലെ കോൺകേവ് മിറർ ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കോ പോസിറ്റീവ് ആയിരിക്കോ? കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെന്ത് നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് നമുക്ക് അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ അതിനകത്ത് എന്ത് പഠിക്കുന്നുണ്ടായിരുന്നു? മിറർ ഫോർമുല പഠിക്കും അല്ലെ? മിറർ ഫോർമുല എന്താ പറയുന്നേ? 1/v + 1/u = 1/f. ഇതാണ് മിറർ ഫോർമുല. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? R = 2f. ചെറിയ ചെറിയ പ്രോബ്ലംസേ ഉള്ളൂ, വളരെ ടഫ് പ്രോബ്ലംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് നോക്കി വെച്ചിരുന്നാൽ മതി. ഈക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. R = 2f. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ എന്താ പിന്നെ പഠിച്ചത്? മാഗ്നിഫിക്കേഷൻ കാണാൻ പഠിക്കുന്നുണ്ട്. മിററുമായിട്ട് റിലേറ്റ് ചെയ്ത് മാഗ്നിഫിക്കേഷൻ. മിററിന്റെ മാഗ്നിഫിക്കേഷൻ ആണെങ്കിൽ m = -v/u or h'/h. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഇമേജ് ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ എൻലാർജ്ഡ് ഇമേജിന് മാഗ്നിഫിക്കേഷൻ >1 ആയിരിക്കും. ഡിമിനിഷ്ഡ് ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ <1 ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഒക്കെ യൂസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് നമ്മുടെ യൂസസ് ഓഫ് കോൺകേവ് മിറർ ആൻഡ് കോൺകേവ് മിററും കോൺവെക്സ് മിററിന്റെയൊക്കെ യൂസസ്. കോൺകേവ് മിറർ നമുക്കറിയാം റിഫ്ലക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. പിന്നെ ഷേവിംഗ് മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. കോൺവെക്സ് മിറർ ആണെങ്കിലോ റിയർ വ്യൂ മിറർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺവെക്സ് മിറർ ആണ്. കാരണം കോൺവെക്സ് മിററിൽ ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക അല്ലെ? ഇത്രയാണ് റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ റിഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമുക്കറിയാം ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ പാത്തിന് ഉണ്ടാവുന്ന ഡീവിയേഷൻ ആണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ അറിയാലോ. എന്താണ്? ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. പിന്നെ സ്നെൽസ് ലോ പഠിക്കുന്നുണ്ട് അല്ലെ? സ്നെൽസ് ലോ എന്താ പറയുന്നത്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. Sine of the angle of incidence to sine of the angle of refraction is a constant. That constant is called refractive index. Refractive index of the medium എന്ന് പറയും. ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും നമ്മൾ എങ്ങനെയാ പറയാ? റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം which is equal to n2/n1. n12 is equal to n1/n2. n1/n2. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. n is equal to c/v. n is equal to c/v. c എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ. വാക്വം. പിന്നെയോ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻ മീഡിയം. മീഡിയത്തിലെ ലൈറ്റിന്റെ വെലോസിറ്റി ആണ് v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ n is equal to c/v. പിന്നെ നമ്മൾ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ടും ഗ്ലാസിന്റേത് 1.5. എയറിന്റെ ആണെങ്കിൽ 1, ഗ്ലാസിന്റെ ആണെങ്കിൽ 1.5, വാട്ടറിന്റെ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതൊക്കെയാണ്. വാട്ടർ ആണെങ്കിൽ 1.33, പിന്നെ ഡയമണ്ട് ആണെങ്കിൽ എത്രയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? 2.42. ഓക്കെ,
പിന്നെ ഗ്ലാസ് ലാബിലൂടെയുള്ള റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട് ഇതിനകത്ത് അല്ലെ. പിന്നെ റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാ? ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ്, ഏർലി സൺറൈസ് ആൻഡ് സൺസെറ്റ്, ഇതൊക്കെ റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പാരന്റ് ഡെപ്ത് കേട്ടോ, അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് റിഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പാരന്റ് ഡെപ്തും എന്താണ്, നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് റിലേഷൻ ഉണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരന്റ് ഡെപ്ത്. പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡെൻസർ മീഡിയത്തിൽ റെയർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഇറ്റ് ഗെറ്റ് ടോട്ടലി റിഫ്ലക്റ്റഡ് ടു ദ സെയിം മീഡിയത്തിലേക്ക് ടോട്ടലി റിഫ്ലക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ എന്താണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ലൈറ്റ് റേ ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം ആയിരിക്കണം. പിന്നെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഓർമ്മയുണ്ടല്ലോ ഇതൊക്കെ. പിന്നെ എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ടുള്ള റിലേഷൻ n is equal to 1 by sin IC അല്ലെങ്കിൽ sin IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ആംഗിൾ ആണ് കേട്ടോ. പിന്നെയോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. മിറാഷ്, ബ്രില്യൻസ് ഓഫ് ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണം. പിന്നെ അതുപോലെ തന്നെ മിറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മളെ മരീചിക എന്ന് പറയും അല്ലെ, മരീചിക. പിന്നെ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, പിന്നെ പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, ഇതിലൊക്കെ എന്താണ്, എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് എ കോൺവെക്സ് സർഫസ്. റിഫ്രാക്ഷൻ a convex surface. N2 by V minus N1 by U is equal to N2 minus N1 by R. N2 by V minus N1 by U is equal to N2 minus N1 by R. Okay. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് തിൻ ലെൻസ് ഫോർമുല പഠിക്കുന്നുണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കുന്നുണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണ്? 1/f is equal to n-1 അല്ലെങ്കിൽ n21 - 1 എന്ന് എടുക്കാം. n-1 എന്ന് കൊടുത്താലും മതി, n-1 ഇങ്ങനെ കൊടുത്താലും മതി. n-1 into 1/r1 minus 1/r2. n-1 into 1/r1 minus 1/r2. ഇതിനകത്ത് നമ്മൾ തിൻ ലെൻസ് ഫോർമുല പറയുന്നുണ്ട്. തിൻ ലെൻസ് ഫോർമുല എന്താണ്? 1/v minus 1/u is equal to 1/f. ഇതാണ് തിൻ ലെൻസ് ഫോർമുല. നമ്മൾ മിറർ ഫോർമുല പഠിച്ചു, 1/v plus 1/u is equal to 1/f. ലെൻസ് ഫോർമുല ആകുമ്പോഴോ 1/v minus 1/u is equal to 1/f. ലീനിയർ മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ m is equal to v/u. m is equal to v/u or m is equal to h-h. ഓക്കെ. പിന്നെ എന്താണ് ഇതിനകത്ത് ഈ ചാപ്റ്റർ പിന്നെ പഠിച്ചത്? എന്തുവാണ്? പവർ പഠിച്ചു അല്ലെ. പവർ ഓഫ് എ ലെൻസ്. എന്താ പവർ ഓഫ് എ ലെൻസ് കാണാനുള്ള ഇക്വേഷൻ? P is equal to 1/f. പവറിന്റെ യൂണിറ്റ് അറിയാലോ, ഡയോപ്റ്റർ. നമ്മൾ എന്താ മക്കളെ പഠിക്കുന്നതിനകത്ത്? കോമ്പിനേഷൻസ് ഓഫ് ലെൻസസ് പഠിക്കുന്നുണ്ട്. കോമ്പിനേഷൻസ് ഓഫ് 2 thin lenses. 2 thin lenses
കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്. അവിടെ എന്താ പഠിക്കുന്നത്? 1/f ഇസിക്കൽ ടു 1/f1 പ്ലസ് 1/f2. 1/f ഇസിക്കൽ ടു 1/f1 പ്ലസ് 1/f2. p ഇസിക്കൽ ടു p1 പ്ലസ് p2 പ്ലസ് p3. 1/f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p ആണ്. അപ്പൊ p1 പ്ലസ് p2 പ്ലസ് p3 പ്ലസ് എക്സെട്ര എത്ര എണ്ണം ഉണ്ടോ അത്രയും കേട്ടോ. ഇനി m ഇസിക്കൽ ടു എന്താണ്? ഇത് 2 തിൻ ലെൻസ് എഴുതണ്ട, കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്ന് എഴുതും. കുറെ ലെൻസുകൾ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഉള്ളെങ്കിൽ 1/f ഇസിക്കൽ ടു 1/f1 പ്ലസ് 1/f2 എന്ന് എടുക്കാം. അതല്ല ഒരുപാട് ലെൻസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ആഡ് ചെയ്താൽ മതി. ഓക്കെ. മാഗ്നിഫിക്കേഷൻ ഇസിക്കൽ ടു m1 ഇൻറ്റു m2 ഇൻറ്റു m3 ഇൻറ്റു എക്സെട്ര. പിന്നെ പ്രിസം ഫോർമുല പഠിക്കുന്നുണ്ട് അതിനകത്ത്. പ്രിസം ഫോർമുല, അതായത് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. എന്താ പഠിക്കുന്നത്? n ഇസിക്കൽ ടു സൈൻ a പ്ലസ് d ബൈ 2 ബൈ സൈൻ a ബൈ 2. a എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ പ്രിസം, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ, മിനിമം ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അല്ലേ? ഓർമ്മയുണ്ടല്ലോ ഇതൊക്കെ. പിന്നെ നമ്മൾ ഡിസ്പേർഷൻ പറയുന്നുണ്ട് ചാപ്റ്ററിൽ. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 7 കമ്പോണന്റ് കളേഴ്സ് ആവുന്ന ഫിനോമിനോണിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ് ചെയ്ത ലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വിഡ്ജോർ ആണ്. ഇതിനെ വീണ്ടും നമ്മൾ ഇൻവെർട്ടർ പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വൈറ്റ് ലൈറ്റ് തന്നെ കിട്ടും. പിന്നെ ഇതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത് അല്ലേ? പിന്നെ നമ്മൾ സ്കാറ്ററിംഗ് പറയുന്നുണ്ട്, റെയിൻബോയെ പറ്റി പറയുന്നുണ്ട്, സ്കാറ്ററിംഗ് പറയുന്നുണ്ട്. സ്കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ് റേസ് സ്കാറ്റർ ചെയ്യുന്നതാണ് അല്ലെ. ആദ്യം എന്ത് ചെയ്യും? വേവ് ലെന്ത് കുറഞ്ഞ ലൈറ്റ് റേസ് ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ തട്ടി സ്കാറ്റർ ചെയ്യുന്ന ഫിനോമിനോണിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് സ്കൈ ബ്ലൂ ആയിട്ട് കാണുന്നതും സൺസെറ്റിലും സൺറൈസിലും ഒക്കെ റെഡ് കളറിലെ സ്കൈ കാണുന്നതും ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ കുറെ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, പിന്നെ കുറെ എന്താണ് രോഗങ്ങൾ, ഐ ഡിഫക്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നൊന്നും പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഐ ഡിഫക്റ്റ്, പവർ ഓഫ് അക്കോമഡേഷൻ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്.